പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി മുതവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരായ കർത്തദാസന്മാർക്കും ദൈവവചന കേൾവിക്കായി ഇന്ന് രാത്രിയോട് വന്നിരിക്കുന്ന എല്ലാ സദസ്യന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രി നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരമായി ഞാൻ കർത്താവിന് വാഴ്ത്തലർപ്പിക്കുന്നു. വിശേഷിച്ച് കർത്താവിൽ ബഹുമാന്യരായ അഭിഷക്തന്മാരായ എല്ലാ ദൈവദാസന്മാരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓവർസിയറും ഓൾ ഇന്ത്യ ഗവേണിംഗ് ബോഡി ചെയർമാനുമായിരിക്കുന്ന അഭിഷക്തൻ റവറൻഡ് സി തോമസ് സാർ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ വൈ റെജി അവറുകൾ, പാസ്റ്റർ സജി ജോർജ്, പാസ്റ്റർ സാൻകുട്ടി മാത്യു. കർത്താവിൻ്റെ അഭിഷക്തൻ പറഞ്ഞതാണ് ഇന്നൂടെ പേര് പറയാം, നാളെ മുതൽ പറയേണ്ടതാണ്, അതുകൊണ്ട് ഇന്നിവിടെ ഞാനങ്ങ് പറയാം. ഡോക്ടർ ഷിബു കെ മാത്യു, പാസ്റ്റർ ഫിനി ജോസഫ്, അഭിഷക്തരായ അനുഗ്രഹീതരായ അനേക സുവിശേഷ പ്രഭാഷകന്മാർ ഈ സഭയ്ക്കുണ്ട്. പാസ്റ്റർ ജെ ജോസഫ്, പാസ്റ്റർ പി സി ചെറിയാൻ, പാസ്റ്റർ പി ജി മാറ്റ് സാർ, പാസ്റ്റർ ടി എം മാമച്ചൻ, പാസ്റ്റർ പി എ ജെറാൾഡ്, പാസ്റ്റർ ടി എ ജോർജ്, പാസ്റ്റർ വൈ ജോസ്, പ്രിയപ്പെട്ട പാസ്റ്റർ ജെയിംസ് പാണ്ടനാട്, അനീഷ് എലപ്പാറ, നല്ല മനോഹര ഗാനം ആലപിക്കുന്ന ഗായക സംഘം, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏലിയാവ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തിശ്ബീൻ എന്നുള്ള തിശ്ബീനായ ഏലിയാവായിരുന്നു. ശുശ്രൂഷ അവസാനിച്ചപ്പോഴും തിശ്ബീൻ എന്നുള്ള തിശ്ബീനായ ഏലിയാവ്. 4 പതിറ്റാണ്ടായി എനിക്ക് സി തോമസ് സാറിനെ അറിയാം. അദ്ദേഹം ഒരു അഭിഷക്തൻ മാത്രമല്ല, വിനയവും താഴ്മയുള്ളവനാണ്. മുട്ടുമാറുമ്പോൾ മട്ടുമാറരുത്, ധനസ്ഥിതി മാറുമ്പോൾ മനസ്ഥിതി മാറരുത്. ദൈവം നമ്മെ ഉയർത്തും തോറും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വീണുകൊള്ളണം. ഈ സ്റ്റേജിൽ കയറി വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ഇതിന് വിളിച്ചുകൊണ്ടൊന്നുമല്ല, അല്ലാതെ തന്നെ എനിക്കറിയാം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാരുടെ ആ ആത്മാർത്ഥത എന്നെ സന്തോഷിപ്പിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 101ാമത്തെ കൺവെൻഷനാണല്ലോ നമ്മുടെ കൺവെൻഷൻ. ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മശക്തിക്ക് സാക്ഷ്യം വഹിപ്പാൻ കുക്കുസായിപ്പും മറ്റഭിഷക്തരായ പലരും എഴുന്നേറ്റപ്പോൾ വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ, പേര് ഞാൻ പറയുന്നില്ല, മരങ്കര വിയോജിതൻ എന്ന മാസികയിൽ ഇങ്ങനെ എഴുതി, പുതുമഴയൊക്കെ പെയ്യുമ്പോൾ ഒത്തിരി തകരകൾ മുളച്ചു വരും, അതുപോലെ മുളച്ചു വന്നതാണ് കുക്കുസായിപ്പിൻ്റെ ഉണ്ണൂണി സാറിൻ്റെയൊക്കെ പെന്തക്കോസ്ത്. നല്ല വെയിൽ കിട്ടുമ്പം അതെല്ലാം അങ്ങ് വാടുമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നിൽക്കുമ്പോൾ തികഞ്ഞ ആത്മാർത്ഥതയും സന്തോഷവും സ്നേഹവും ഉണ്ട്. ഉണ്ണൂണി സാറും കുക്കുസായിപ്പും ഒക്കെ കടന്നുപോയി, പെന്തക്കോസ് ഇതുവരെ കടന്നു പോയിട്ടില്ല, ഇത് കടന്നു പോകാൻ പോകുന്നില്ല. കാരണം ഇതിവിടുത്തെ ആരുടെയും വകയല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയാണ്. വിശ്വസിക്കുന്നവർ കയ്യും നടിച്ച് വായം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ കൂടെ പറയാറുണ്ട്, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. യൂതന്മാർക്കൊരു ബറബാസിനെ കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്ക് പഴയൊരു അങ്കി കിട്ടി, ഇവിടെ പലർക്കും ആണ്ടിലാണ്ടിലൊരു ദുഃഖവെള്ളിയും ഉയർപ്പുഞ്ഞായിരം കിട്ടി. എന്നാൽ നമുക്ക് നിത്യജീവൻ കിട്ടി, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി റോമ ഗവൺമെന്റ് ഇമ്പീരിയം മുദ്ര തകർത്ത ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി നിർജീവ ശരീരത്തിന്മേൽ ജീവൻ വ്യാപരിപ്പിച്ച് കല്ലറയ്ക്ക് പുറത്ത് നമ്മുടെ കർത്താവിനെ കൊണ്ടുവന്ന ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ പിച്ചതണ്ടുവാൻ കൊണ്ടിരുത്തിയ പിച്ചക്കാരൻ്റെ ഞാടി ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിപ്പിച്ച് അവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാണ്. ആ ശക്തി കൺവെൻഷന്റെ 1ാം രാത്രി മുതൽ ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് വായ് തുറന്ന് സമയം ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട് നിർത്തരുത്. കയർമടിച്ചാട്ട് വാ തുറന്നാട്ട് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 116 സങ്കീർത്തനം 16 വാക്യം, നീ എൻ്റെ ബന്ധനത്തെ അടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും ഒന്നും സ്തോത്രം പറയാൻ കഴിയില്ല. ഞാൻ യൂണിയൻ കൺവെൻഷനിൽ വെല്ലുവിളിച്ച് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു സ്തോത്രം പറയാമോ? ചിലർക്ക് സ്തോത്രം പറയണമെന്നുണ്ട്, വായിന്ന് വരാറില്ല. ചിലർക്ക് കൈയടിക്കണം
വിളിക്കണമെന്നുണ്ട്, കഴിയാറില്ല. ഹല്ലേലൂയ. നിനക്ക് ഹല്ലേലൂയ പറയണമെന്നുണ്ട്, കഴിയാറില്ല. എന്നാൽ ബന്ധനം അഴിയപ്പെട്ടവനെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയോ? പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന്, അന്യായ ബന്ധനത്തിൽ നിന്ന്, പൗരോഹിത്യ ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ജനം ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ ശക്തിയോടെ ആരാധിക്കാം. ശക്തിയോടെ കൈകളടി ശല്യഭാഷ ദൈവത്തെ സ്തുതിക്കുക. ഹാവിയുടെ പെട്ടകം, ഹാവിയുടെ പെട്ടകം ഇസ്രായേൽ പാളയത്തിൽ വന്നപ്പോൾ ഭൂമി കുലുങ്ങത്തക്കവണ്ണം ഇസ്രായേൽ ജനം ആർപ്പിട്ടു. അവർ സന്തോഷിച്ചപ്പോൾ ഫെലിസ്ത്യർ ഭയപ്പെട്ടു. കർത്താവിനോട് പറയുന്നു, നാം ഇവിടെ ആരാധിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണെങ്കിലും നമുക്ക് ഉല്ലാസമാണെങ്കിലും ദേശത്തിലെ അന്ധകാര ശക്തികൾക്ക് അത് ഭയമാണ്. നീ അന്യഭാഷ പറയുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ ആരാധന ഉയരുമ്പോൾ, നിന്നിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുമ്പോൾ, നിന്നിൽ ദൈവത്തിന്റെ അഗ്നി കത്തുമ്പോൾ നിനക്ക് സന്തോഷമാണെങ്കിലും ദേശത്തിലെ അന്ധകാര വ്യാപാരങ്ങൾക്ക് അത് ആഹ്ലാദമാണ്, അത് ഭയമാണ്. വിശ്വസിക്കുന്നവരൊന്നുകൂടെ ശക്തിയോടെ അന്യഭാഷ തന്നെ ദൈവത്തെ ആരാധിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിച്ച് സഹായിക്കുന്നതാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുമെന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കിലിടറി പോകാത്തവനെല്ലാം ഭാഗ്യവാനെന്ന് ഉത്തരം പറഞ്ഞു. മതി. എന്നാലെങ്കിൽ ഇടറി പോകാത്തവനെല്ലാം ഭാഗ്യവാനെന്ന് ഉത്തരം നൽകി. ഒരിക്കൽ കൂടി ഈ വചനത്തിനായി സ്തോത്രം ചെയ്യാം. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്. ദൃശ്യ സ്റ്റേഡിയത്തിൽ നിന്നും അദൃശ്യ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്ര. സ്റ്റാർട്ടിംഗ് പോയിന്റ് കാൽവറിയുടെ ചുവട്ടിലാണെങ്കിൽ ഫിനിഷിംഗ് പോയിന്റ് സ്വർഗ്ഗസിയോനാണ്. ഈ ഓട്ടത്തിലെ വിധി കർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാ. ശക്തി പകരുന്ന പരിശുദ്ധാത്മാവാ. നിയമം വിശുദ്ധ വേദപുസ്തകമാണ്. ഈ ഓട്ടത്തിന് ഒത്തിരി വ്യവസ്ഥകളുണ്ട്. അഭിഷക്തന്മാർ കഴിഞ്ഞ് വരും ദിവസങ്ങളിൽ പ്രസംഗിക്കും. 1 യേശുവിനെ നോക്കി ഓടുക, 2 സ്ഥിരതയോടെ ഓടുക, 3 സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ടോടുക, 4 ട്രാക്ക് തെറ്റാതെ ഓടുക. എല്ലാത്തിനും വാക്യമുണ്ട്, നേരമില്ല. ബാറ്റൻ കയ്യിൽ നിന്ന് പോകാതെ ഓടുക, മറ്റോട്ടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഓടുക, ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുക, സകലത്തിലും വർജന ആചരിച്ചോടുക, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ടോടുക, പരമയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുക. ഓടിയതോ വെറുതെ ആയിരുന്നു വരാതിരിപ്പാൻ സൂക്ഷിക്കുക. വാടാത്ത കിരീടത്തിനായി ഓടുക. പിടിച്ചു കഴിഞ്ഞു എന്നല്ല, പിടിക്കാമോ എന്ന് വെച്ചോടുക. ശക്തി സംഭരിച്ചോടുക. ഓട്ടം തികയ്ക്കുക, വിശ്വാസം കാക്കുക, നീതിയുടെ കിരീടം പ്രാപിക്കുക. കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ വിഷയം സ്ഥിരതയോടെ ഓടുക. 3-4 വാക്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വാക്കുകൾ റൺ വിത്ത് പേഷ്യൻസ്, ക്ഷമയോടെ ഓടുക. റൺ വിത്ത് എൻഡുറൻസ്, നമ്മുടെ കുറിവാക്യം എങ്ങനെ? ഇടറാതെ ഓടുക, സ്ഥിരോത്സാഹത്തോടെ ഓടുക. യോഹന്നാൻ ആരായിരുന്നു? യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവൻ, യേശു കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നവൻ, ഒറ്റയ്ക്ക് നിന്നവൻ, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് സിംഹതുല്യം ഗർജിച്ചവൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ, യേശു കർത്താവിനെ സ്നാനപ്പെടുത്താൻ കൃപ ലഭിച്ചവൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലമേറിയവനെന്ന് പറഞ്ഞവൻ, സ്വർഗം തുറക്കുന്നത് കണ്ടവൻ, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങുന്നത് കണ്ടവൻ. ആ യോഹന്നാൻ ഇടറിപ്പോയി.
അവൻ തടവിലായപ്പോൾ കർത്താവിനെ അവിടേക്ക് ആളയച്ചു ചോദിച്ചു, വരാനുള്ളത് നീ തന്നെയാണോ? ഞങ്ങൾ മറ്റൊരാളായി കാത്തിരിക്കണോ? ഞാൻ തന്നെ ആണെന്ന് കർത്താവ് പറഞ്ഞില്ല, ഞാൻ തന്നെ അല്ലെന്നും പറഞ്ഞില്ല. കണ്ടതൊക്കെ ചെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. യോഹന്നാൻ ഇടറിയതാ, പത്രോസ് ഇടറിയതാ, നമ്മൾ ഇടറാത്ത ദൈവത്തിൻ്റെ കൃപയാ. ഞാനിതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അനവധി അപമാനങ്ങൾ സഹിച്ചു, അനവധി ആക്ഷേപങ്ങൾ സഹിച്ചു. യേശുക്ക് സഹിച്ച ഏറ്റവും വലിയ 2 ആക്ഷേപങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അവൻ വിവസ്ത്രനാക്കപ്പെട്ടു എന്നുള്ളത്. നമ്മൾ കാണുന്ന ചിത്രങ്ങളിൽ അല്പവസ്ത്രം കൊടുത്തുകൊണ്ട് ലിയാനോ ഡാ വിഞ്ചി വരച്ചത്, അത് ക്രൂശിൻ്റെ വേളയാണ്. പക്ഷേ പടയാളി അവനെ കയ്യേറ്റ് അവനെ അടിക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു കൽത്തൂണോട് ചേർത്ത് കുനിച്ചു നിർത്തിയിട്ട് അസ്ഥി കഷ്ണങ്ങളാലും ചൂണ്ടക്കൊളുത്തിനാലും ബന്ധിക്കപ്പെട്ട ചാട്ടവാറ് കൊണ്ട് പുറമടി ചുഴുകുചാലുവിൽ കീറി. ആ അവസരത്തിൽ എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നവർ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി, നൂല് വസ്ത്രമില്ലാതെ നിർത്തി. വേദപുസ്തകം എനിക്കൊപ്പം നിൽക്കുന്നു. കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ആദാമ്യവർഗം ഏദൻ പൂങ്കാവനത്ത് നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ വസ്ത്രം തിരികെ നൽകുവാൻ അവൻ നമുക്കായി വിവസ്ത്രനായി. 2ാമത്തെ ആക്ഷേപം എല്ലാം പറയാൻ നേരമില്ല. മറിയയുടെ മകൻ എന്നുള്ള വിളിയാണ്. മറിയയുടെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അപ്പനാരെന്നറിയാത്തവനെന്നാ. ഇപ്പോഴും അങ്ങനെ പലരും യേശുവിനെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരുടെ എല്ലാം പേരിൻ്റെ കൂടെ എൻഷിലുണ്ട്. PC ചെറിയാനും CC തോമസ് സാറും Y റെജി, B മോനച്ചൻ, ഞങ്ങളുടെ അപ്പന്മാരുടെ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. മറിയുടെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അപ്പനാരെന്നറിയാത്തവനെന്നാ. 30 വർഷം എൻ്റെ യേശു കർത്താവ് ഇത് സഹിച്ചു. 30 വർഷം. 30ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യോർദാൻ നദിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ യോസഫിൻ്റെ മകനല്ല, ഇവൻ മറിയയുടെ മകനല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രനാ. ഒന്ന് വാ തുറന്നേ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഓ ബാ ഷഖോറി ഹംതുനിയ. ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷന് ഇന്ന് രാത്രി വന്ന ദൈവസഭയോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, 30 വർഷം എൻ്റെ കർത്താവ് സഹിച്ചതിന് 30 സെക്കൻഡ് കൊണ്ട് സ്വർഗം മറുപടി നൽകിയെങ്കിൽ നീ 18 വർഷമായി അനുഭവിക്കുന്നതിന്, നീ 12 വർഷമായി അനുഭവിക്കുന്നതിന്, നീ 20 വർഷമായി അനുഭവിക്കുന്നതിന് 20 സെക്കൻഡ് കൊണ്ട് ഉത്തരം തരാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. പോരാ, ശക്തിയോടെ എൻ്റെ ഭാഷ ദൈവത്തെ സ്തുതിക്ക്. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ, 12 വർഷം വൈദ്യന്മാരായി ഏറിയൊന്ന് സഹിച്ചവൾ, ഒരു ദിവസം ഒരു തീരുമാനത്തോട് വീട്ടിൽ നിന്നിറങ്ങി, ഇന്ന് ഞാൻ യേശുവിനെ തൊടും, യേശുവിനെ തൊടാതെ ഞാൻ പോകില്ല. ഇന്ന് രാത്രി കൺവെൻഷന് പ്രൈസലോ പ്രാസംഗികരെ കാണാനല്ല, പ്രൈസൽ ദൈവദാസന്മാരെ കാണാനല്ല, യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? നിന്നെ തൊടാതെ ദൈവം വിടില്ല. പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവർ തൊട്ട മാത്രയിൽ ഇടിമിന്ന കണക്കവളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശന മാത്രയിൽ ഒരശുദ്ധ വിശുദ്ധയായി, ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി തീർന്നു. യേശുവിനെ തൊട്ടാൽ വിടുതല, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ ഹല്ലേലൂയ ജീവനാ. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നൊരു പദം ഞാൻ പല വേദിയിലും പ്രസംഗിക്കാറുണ്ട്. അവൾ ഉറച്ചുകൊണ്ട് നിന്നു, അവൾ ഉറച്ചുകൊണ്ട് നിന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അവൾ ഉറയ്ക്കാൻ കാര്യമെന്താ? തമ്പുരാൻ പറഞ്ഞു, മോനെ അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡുനാമിസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഡുനാമിസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിക്സ് എന്ന പദം ഉണ്ടായത്. ഡൈനാമിക്സിനെ കവിയുന്ന ദൈവശക്തി അവിടെ മൺകൂടാരത്തിൽ വ്യാപരിച്ചപ്പോൾ അവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല, അവൾ ഉറച്ചുപോയി. പുറത്ത് ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തെ, ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ദൈവസഭ, ദൈവമക്കൾ, വറക്കാൻ കാര്യം മനസ്സിലായോ? ഞങ്ങളിൽ വ്യാപരിക്കുന്നത് ഡുനാമിസിനെ കവിയുന്ന ദൈവശക്തി അത്രേ. ഒരാ ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ചാട് ശക്തിയോടെ.
12 വർഷം സഹിച്ചത് 12 സെക്കൻഡ് കൊണ്ട് ദൈവം മറുപടി കൊടുത്തു. 18 വർഷത്തെ കൂനിയായ സ്ത്രീ 18 വർഷം അനുഭവിച്ചതിന് 18 സെക്കൻഡ് കൊണ്ട് ദൈവം മറുപടി നൽകി. കുളക്കടവിൽ 38 വർഷമായി കിടന്നവനെ 38 സെക്കൻഡ് കൊണ്ട് കർത്താവ് വിടുതൽ നൽകി. ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ ദീർഘനാളായി കരയുന്നതിന്, നീ ദീർഘനാളായി കരയുന്നതിന്, ദീർഘനാളായി ഉപവസിക്കുന്നതിന് സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി തരാൻ ശക്തനായവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ ഈ രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണും. 20 വർഷം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. യാക്കോബ് സഹിച്ചു ലാബാന്റെ വീട്ടിൽ ഒരു പൊട്ടനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ 10 പ്രാവശ്യം അവൻ്റെ നന്മകൾ മാറ്റി. ഒടുവിൽ തമ്പുരാൻ പറഞ്ഞു, മോനെ ഇവിടെ കിടന്നാൽ മതി, വീട്ടിൽ പോകാൻ പറഞ്ഞു. ഭാര്യയും പിള്ളേരും പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. കുറേ നേരം ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ലാബാൻ അറിഞ്ഞ് പുറകാലെ വന്നു. പിടിച്ചുകൊണ്ട് പോകാൻ വന്ന ലാബാന്റെ മുമ്പിൽ യാക്കോബിന്റെ ഭയമായവൻ ഇറങ്ങി നിന്നു. ലാബാൻ യാക്കോബിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞൊരു പദമുണ്ട്, നിന്നോട് ദോഷം ചെയ്യാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എന്നാൽ നിന്നെ തൊട്ടുപോകരുതെന്ന് നിന്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയും, 20 വർഷം ഒരു പൊട്ടനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ സകലവും സഹിച്ച് ആ ലാബാന്റെ വീട്ടിൽ യാക്കോബ് കിടന്നെങ്കിൽ ഇന്ന് ലാബാൻ ഒരു കാര്യം മനസ്സിലായി. 20 വർഷം എൻ്റെ വീട്ടിൽ ഒരു മന്ദബുദ്ധിയെ പോലെ കഴിഞ്ഞ ഈ എബ്രായൻ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. ഇവൻ്റെ ദൈവവും എൻ്റെ ദൈവത്തെ പോലെയല്ല. ഇവൻ്റെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാ, ഇവൻ്റെ ദൈവം ഇടപെടുന്ന ദൈവമാ, ഇവൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാ. ഈ ഗ്രൗണ്ടിൽ ദൈവത്തെ ആരാധിക്കുന്ന അഭിഷക്തന്മാരോട്, ദൈവസഭയോട്, ദൈവപൈതലിനോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ പലരും കബളിപ്പിക്കുന്നുണ്ട്, നിന്നെ പലരും പറ്റിക്കുന്നുണ്ട്, നിന്നെ പലരും ആക്ഷേപിക്കുന്നുണ്ട്, നിന്നെക്കുറിച്ച് ചില ചിന്തിക്കുന്ന നീ ഒരു പൊട്ടനാണെന്ന്, നീ ഒരു മന്ദബുദ്ധിയാണെന്ന്. എന്നാൽ ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നീ ആരാണെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരെന്ന് ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തൂ. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്, വാതുറന്ന് ദൈവത്തെ ആരാധിക്ക്. ഈ രാത്രി നിങ്ങളൊരു പ്രസംഗം കേൾക്കാനല്ല ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാനിരിക്കെ. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച നിന്റെ നന്മയുടെ ഉറവകൾ, നിന്റെ തലമുറയുടെ ഉറവകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി തുറന്നു വരട്ടെ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. നീ ആരും ദൈവം വെളിപ്പെടുത്തും, നീ സേവിക്കുന്ന ദൈവം ആരും ദൈവം വെളിപ്പെടുത്തും. സാധുക്കളുടെ പ്രത്യാശയ്ക്കെന്നും ദൈവം ഭംഗം വരുത്തത്തില്ല. എളിയവനെ ദൈവം എന്നേക്കും മറന്നു കളയില്ല. നില ഉഴുന്നവനെന്നും ഉഴുന്നുകൊണ്ടിരിക്കില്ല. കുറെ നാൾ ദൈവം നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിശബ്ദമായാലും അവൻ നിനക്ക് വേണ്ടി ഇടപെടും. അവൻ ഇറങ്ങി വരും. കൈ ഒന്ന് ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ സമയത്തെ ഭയപ്പെടുന്നു, വേഗത്തിലോട്ടെ. മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവൻ, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് ഗർജിച്ചവൻ ഇടറിപ്പോയി. കാര്യം എന്നാ? അവൻ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. ഈ യോഹന്നാൻ വിചാരിച്ചത് അവൻ തടവിലായി കഴിഞ്ഞാൽ ഉടനെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തവനെ തടവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, പക്ഷെ പ്രതീക്ഷ പോലെ കാര്യം നടന്നില്ല. യോഹന്നാനെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അവൻ രക്തസാക്ഷിയാകണമെന്നായിരുന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ദൈവമക്കളെ, നമ്മൾ ആശിക്കുന്നതൊക്കെ കിട്ടിയാൽ, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയാൽ ദൈവം നല്ലവനെന്ന് പാടാൻ എല്ലാവർക്കും കഴിയും. പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കാത്ത നടക്കുമ്പോഴും എൻ്റെ ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാ ഭക്തൻ. ഈ ദാവീദിനെ കാട്ടിവിട്ടിട്ട് അവിടെ ഒതുക്കാനാ ദൈവത്തിൻ്റെ അഭിഷേകം പറഞ്ഞ പോലെ. പക്ഷേ ദാവീദ് കാട്ടിപ്പോയി പാടാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി, അഭിഷക്തനെ കാട്ടിവിട്ടാൽ അവൻ പാട്ടും പാടി തിരികെ വരും. സത്യത്തിൽ ദാവീദ് കാട്ടിപ്പോയത് എത്ര നന്നായി. അല്ല, ദൈവദാസന്മാരായ നമ്മുടെ കാര്യം കട്ടമല്ലായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ട്രഷറി ഓഫ് ഡേവിഡ് ദാവീദിൻ്റെ കലവറയിൽ നിന്നെടുത്തങ്ങ് വിളമ്പുമല്ലേ. അന്നൊരു ദാവീദ് കാട്ടിപ്പോയത് നമുക്കും കാര്യമായി. കാട്ടിപ്പോകുന്നവന് പാട്ടുണ്ട്,
കാട്ടി പോകുന്നവനെ പാട്ടുള്ളൂ. ഈ ദാവീദ് കാട്ടീന്ന് രാജാവായവനും ശൗല് നാട്ടീന്ന് രാജാവായവനുമായിരുന്നു. കാട്ടീന്ന് രാജാവാകുന്നവനുമുണ്ട്, നാട്ടീന്ന് രാജാവാകുന്നവനുമുണ്ട്. കാട്ടീന്ന് രാജാവാകുന്നവൻ്റെ പാട്ട് കേട്ടാൽ അറിയാം, അവൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം, അവൻ്റെ അലർവ്യ കേട്ടാൽ അറിയാം. ഒന്ന് ദൈവത്തെ ആരാധിച്ചേ, കൈയടിച്ച്. അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വില്ലുകളെ അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന് സൈനിക അഭ്യാസം കിട്ടിയത് ശൗലിൻ്റെ സൈനിക കോളേജിൽ നിന്നല്ലായിരുന്നു, സ്വർഗത്തിലെ സൈനിക കോളേജിൽ നിന്നായിരുന്നു. സ്തോത്രം. പാടാൻ തുടങ്ങി. പാടി 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 അവൻ 136 സംഘിൽ പാടി, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കാട്ടി പോകേണ്ടി വന്നാലും എൻ്റെ ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ ലഭിച്ചവനാണ് യഥാർത്ഥ ഭക്തൻ. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, God's plan is always the best. Sometimes the process is painful and hard. But do not forget, when God is silent, He is doing something for us. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നല്ലതിനും ശ്രേഷ്ഠകരമായിരിക്കും. പക്ഷെ അവിടേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനുള്ള ദൈവിക പ്രോസസ്സിങ് കഷ്ടകരമായിരിക്കും, കഠിനകരമായിരിക്കും. ചിലപ്പം ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഓർക്കുക, ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ഒരു വലിയ ദൈവപ്രവർത്തിയുടെ മുമ്പുള്ള നിശബ്ദതയായിരിക്കും ഇപ്പോഴത്തെ മൗനത. വിശ്വസിക്കുന്ന കൈ ഉയർത്തിയെന്ന് പറ, എൻ്റെ കണ്ണുനീരിനൊക്കെ ദൈവം മറഞ്ഞിരിക്കുന്നെങ്കിൽ ഒരു വലിയ ദൈവപ്രവർത്തിയുടെ ആരംഭ. കൈയൊന്ന് അടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ വലിയൊരു ദൈവപ്രവർത്തിയുടെ ആരംഭം കാണാൻ പോവാ. സ്തോത്രം, സ്തോത്രം. ഈ ഗോത്രപിതാവായ യാക്കോബ് 22 വർഷം കരഞ്ഞുകൊണ്ടിരുന്നു, ഇല്ലേ? കരഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ കരഞ്ഞേ? സ്വന്തം മകൻ ജോസഫ് ജീവനോടുണ്ടായിട്ടും മരിച്ചുപോയെന്ന് പറഞ്ഞ് കരഞ്ഞു. പിള്ളേർ കൊണ്ടു കൊടുത്ത വസ്ത്രം എടുത്തു വെച്ച് മനുഷ്യൻ കരയുക കരയുക കരയുക. 22 വർഷം. പിശുചെറിയാൻ പാസ്റ്ററെ ഒരു തവണ തമ്പുരാൻ ഇറങ്ങിച്ചെന്ന്, മോനെ അവൻ കരയൊന്നും വേണ്ട, മോനെ നീ കരയണ്ട, നിന്റെ മോൻ ജീവനോടെന്ന് പറഞ്ഞാൽ പോരെ ശിവ് പാസ്റ്ററെ, പറഞ്ഞാൽ പോരെ റിജി പാസ്റ്ററെ. പക്ഷെ ദൈവം നിശബ്ദനായിരുന്നു, മിണ്ടിയില്ല. എന്താ മിണ്ടാഞ്ഞെന്നറിയാമോ? യോസഫ് എവിടെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ സി തോമസ് പാസ്റ്ററെ, യാക്കോബ് പോയി പിടിച്ചോണ്ട് വരും. യോസഫിനെ ദൈവം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് അതുപോലെ കൊണ്ട് അതുപോലെ വീട്ടിൽ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിൽ കൊണ്ടിരുത്താനാ. ദൈവം നിന്നെ കുറിച്ചൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, അപ്പന്റെ ഒത്താശ വേണ്ട, ചേട്ടന്റെ ഒത്താശ വേണ്ട, ദൈവം നിന്നെ എത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. ഒന്നുകൂടെ കൈകളടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുക. എത്തിക്കും 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 എത്തിക്കും. ആരുടെ ഒത്താശ വേണ്ട. ഈ യോസഫിനെ പിടിച്ച് പൊട്ടക്കണ്ണിലിട്ടതേ ഈ ലൂബൻ സഹായിക്കാനാ. ചേട്ടന്മാർ കാണാതെ വീട്ടിൽ കൊടുക്കും, തിരിച്ചു വിടാമെന്ന് വിചാരിച്ചാ. പക്ഷെ മിഥ്യാന കച്ചവടക്കാർ വന്നപ്പം ചേട്ടനെ കാണുന്നില്ല. അതെവിടെ പോയി പുള്ളി? ദൈവം മാറ്റി, ദൈവം മാറ്റി. കാരണം എന്നറിയാമോ? നീ സഹായിച്ചാൽ യോസഫിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. തമ്പുരാൻ യോസഫിനെ പിടിച്ചിറക്കിയ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനല്ല, ചിലരെ എത്തിക്കാനാ. ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവ പൈതലേ, നിന്നെ സഹായിക്കാന്ന് പറഞ്ഞോ കൈയൊഴിഞ്ഞോ? മക്കളെ ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞോ കൈയൊഴിഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. പിള്ളേരുടെ കല്യാണത്തിന് നന്മ തരാമെന്ന് പറഞ്ഞവർ കൈയൊഴിഞ്ഞോ? ഭാരപ്പെടരുത്. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, ഇവരാരുമല്ല നിന്നെ തലമുറ ഉയർത്തിയത്. സർവശക്തനായ ദൈവം തന്നെ നിന്നെ നിന്റെ തലമുറയെ ഉയർത്തിയെന്ന് വരണം. ഒന്ന് നന്നായി കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഞാൻ പറയും പാസ്റ്ററേ, ഈ ചിലരൊക്കെ കൈയൊഴിയുന്ന നല്ലതിനാ. കാരണം ആമ്പിള്ളാരെ ദൈവം നിന്റെ കാര്യം കൈയേൽപ്പിക്കും. ജെയിംസ് പാസ്റ്ററെ, ഈ കർത്താവിനെ അടക്കേണ്ടിയിരുന്ന ആരാ? പത്രോസാ. പത്രോസ് കർത്താവിനെ അടക്കിയ എവിടെ കൊണ്ടിരുന്ന വെച്ചാ? കടപ്പുറത്ത് കൊണ്ടടക്കിയതിന്. ഇവൻ കാല് മാറിയ നന്നായി, അതുകൊണ്ട് ആമ്പിള്ളാരെ കാര്യം ഏൽപ്പിച്ചു. യോസഫ് എന്ന നീതിമാൻ, ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ, ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിൽ തമ്പുരാനെ കൊണ്ടടക്കിയെങ്കിൽ നിന്നെ ചില കൈയൊഴിയുന്ന നല്ലതിനാ, കൈവിട്ടത് നന്നതിനാ. വാ തുറന്ന് സ്തോത്രം പറ. കൈ ഒഴിഞ്ഞവർക്കായി, കൈവിട്ടവർക്കായി സ്തോത്രം പറയൂ. എൻ്റെ കർത്താവ് ദൈവാത്മാവ് തന്ന പറഞ്ഞ് നിർത്തിയേക്കാം. കർത്താവ് ഇങ്ങനെ ക്രൂശി കിടക്കുമ്പോഴേ ഞാൻ എപ്പോഴും ആ വാക്യം കണ്ട് കരയാറുണ്ട്. കാരണം എല്ലാവരും ഓടിപ്പോയി. പത്രോസ് ഓടി, അന്ത്രയോസ് ഓടി, എല്ലാവരും ഓടിപ്പോയി. സത്യത്തിൽ കർത്താവിനെ അടക്കേണ്ടവന്മാരാ, അവരെല്ലാം ഓടിപ്പോയി. പക്ഷെ ആരുമില്ലാതായി. അന്ന് കർത്താവിനെ അടക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം ശബത്ത, യഹൂദന്മാർ പിന്നെ തൊടത്തില്ല.
ആ ഡെഡ് ബോഡി ക്രൂശിൽ കിടന്ന് ചീയും, അളിയും, അല്ലെങ്കിൽ കഴുകന്മാർ കൊത്തിപ്പറിക്കും. പക്ഷെ ഈ പ്രവചനം തെറ്റും. പക്ഷെ എന്താ സംഭവിച്ചേ? ഇവരെല്ലാം ഓടിപ്പോയപ്പോൾ അരിമത്യക്കാരൻ യോസഫ്, ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ, 45 കിലോമീറ്റർ അകലെ പാർത്തവൻ, ഹല്ലേലൂയ, ഇവിടെ കല്ലറ വാങ്ങിച്ചിട്ടവൻ ധൈര്യപ്പെട്ടു വന്ന് അത് ചോദിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ TV പ്രഭാഷണത്തിന് വേണ്ടി പ്രസംഗിച്ചപ്പോൾ 2 കാര്യം പറയാൻ വന്നത്. ഇപ്പം ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു. ഒന്ന്, കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ നിനക്കാര്യമില്ലെന്ന് വരും, നിനക്കാര്യമില്ലെന്ന് വരും. എന്നാൽ നിനക്കാര്യമില്ലാതെ വരികയില്ല. ഈ ഗ്രൗണ്ടിൽ വന്ന സകല ദൈവജനവും സകല അഭിഷക്തന്മാരും കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വാ തുറന്ന് പിശാചികൾക്ക് പറ, എനിക്കാര്യമില്ലാതെ വരില്ല. ദുഷ്ട പിശാചികൾക്ക് പറ, എനിക്കാര്യമില്ലാതെ വരില്ല. കരമടിച്ച് അന്യഭാഷയോ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, അമ്മാച്ചൻ നോക്കിയില്ലേലും, അനന്തരവൻ നോക്കിയില്ലേലും, മക്കൾ നോക്കിയില്ലേലും, മരുമക്കൾ നോക്കിയില്ലേലും എനിക്കാര്യമില്ലാതെ വരില്ല. ദൈവം ആരെയും എനിക്കായി ഒരുക്കും. ദൈവം ആരെയും എനിക്കായി ഒരുക്കും. ദൈവം നിനക്കായി ആരെങ്കിലും ഒരുക്കും. ദൈവം നിന്നെ നടത്തുന്ന വഴി തകർക്കാനല്ല, ജീവിതത്തിൻ്റെ ഏകാന്തതകൾ നിന്നെ തകർത്ത് കളയാനല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാർ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നെങ്കിൽ, ഹൃദയം തകരുന്നെങ്കിൽ ഓർത്തോണം, അവരെപ്പോഴോ തീക്കകത്തിറങ്ങി. കൂടെ യേശു കർത്താവ് ഇറങ്ങി നിന്നു. തമ്പുരാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത വാക്കുകൾ നിന്നോട് കൈകൾ മാറുമ്പോഴാണ് കണ്ണ് നിറയുന്നേ. A sermon born in head, that richly head. A sermon born in spirit, that richly spirit. A sermon born in heart, that richly heart. തലച്ചോറിലുടലെടുക്കുന്ന പ്രസംഗം തലച്ചോറിൽ സ്പർശിക്കും, ഹൃദയത്തിലുടലെടുക്കുന്ന ഹൃദയത്തെ തൊടും, ആത്മാവിലുടലെടുക്കുന്നത് ആത്മാവിനെ തൊടും. ദൈവത്തിൻ്റെ അഭിഷക്ത, ദൈവം നിന്നെ അവിടെ ഇറക്കിയത് ആത്മാവിനെ തൊടുന്ന ദൂത് നിനക്ക് തരാനാണ്. ഈ എത്രയോ പാട്ട് നമ്മൾ പാടി അവസാനിപ്പിക്കുന്നു. സാറ് പറഞ്ഞ സമയത്ത് ഞാൻ നിർത്തും, നിങ്ങൾ എഴുന്നേക്കരുത്, നിങ്ങൾ എഴുന്നേറ്റാൽ ഞാൻ ഇവിടെ ഇരിക്കും. എത്രയോ പാട്ട് നമ്മൾ പാടുന്നു, ഒരു സീസണിൽ നമ്മളത് പാടും, അത് പോവും. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്തന്മാർ കോറിയിട്ടിട്ട് പോയ പാട്ടുണ്ട്. 1.5 മണിക്കൂറത്തെ പ്രസംഗത്തെക്കാൾ ആ പാട്ടിൻ്റെ അടികൾ നിങ്ങളുടെ കണ്ണ് നനയ്ക്കും. കാരണം അവർ തീക്കകത്തിറങ്ങുന്ന പാട്ടാ. വൻപിച്ച ലോകത്തിരാ കമ്പം തിരുവോളവും, വൻപിച്ച ലോകത്തിരാ കമ്പം തിരുവോളവും. കയ്യൊന്ന് ഉയർത്തിയേ. മുമ്പും പിമ്പും ആയവ് അൻപോ. ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിക്കാതിരുന്നിട്ടിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെയൊക്കെ ചില പാട്ട് തരും. ഞാനത് ഒരു വലിയ തീയുടെ അവസ്ഥയിലൂടെ പോയി. തീയുടെ അവസ്ഥയിൽ പോകാൻ കാരണം വേറെ ആരുമല്ല, ഈ പുൽക്കൈ കെട്ടി പുസ്തകം കൊണ്ട് നടക്കുന്നവർ തന്നെ. പാസ്റ്ററോട് ഞാനൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്കെതിരെ RSS കാര്യാലയത്തിലൊക്കെ കൊണ്ട് പരാതി കൊടുത്തു, മതപരിവർത്തനം നടത്തുന്നു. ബിജിമാൻ സാറേ, ഈ 40 പതിറ്റാണ്ടായി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ ഏറ്റവും കൂടുതൽ പീഡിതനം സഹിക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാൻ പറയും അകത്തുനിന്നാണ്. സ്വോത്രം ഒന്നും കേട്ടില്ലല്ലോ, സ്വോത്രം. അപ്പോൾ ഞാനിവിടെ എഴുന്നേറ്റിരുന്നു, കർത്താവിനോട് പറഞ്ഞു, വൻപിച്ച ലോകത്തിക കമ്പം തീരുവോളവും മുമ്പും പിമ്പുമായി അൻപോട് ഞാൻ നിന്നെ നടത്തും. കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, മോനെ, ഈ തിരമാല ഉയർന്നു പൊങ്ങും. ആർക്കോ ഇത് ഊത് വേണം, അതുകൊണ്ട് അവിടെ പറയുന്നത്, ഈ തിരമാല ഉയർന്നു പൊങ്ങും, ഈ കൊടുങ്കാറ്റാഞ്ഞടിക്കും, പക്ഷെ ഇതിൻ്റെ ആ നടുവിലൂടെ ഞാൻ നിന്നെ അക്കരെ കൊണ്ടെത്തിക്കും. ഓ ഷമറഖുനിയ, നിനക്ക് നിന്നെ ഇതിന് തൊടാൻ കഴിയില്ല. എത്രവർ കന്യഭാഷ ദൈവത്തെ സ്തുതിക്കും. നിന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, വൻപിച്ച ലോകത്തിര നിന്റെ നേരെ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും ഭാരപ്പെടരുത്, ഇവയ്ക്ക് നിന്നെ തൊടുവാൻ കഴിയില്ല. ദൈവം നിന്നെ ഇതിനപ്പുറത്തെത്തിക്കും. യേശുവിനെ നോക്കി ഓടുക, യേശുവിനെ നോക്കി ഓടുക. അതിലൊരു കാര്യം പറയേണ്ടതുണ്ട്. പത്രോസ് യോഹന്നാനും പറഞ്ഞു ഞങ്ങളെ നോക്കാൻ. പൗലോസ് പറഞ്ഞു ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരി ആയിരിക്കാൻ. അത് പറയാൻ നമുക്ക് പ്രാഗൽഭ്യം കിട്ടുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ജയിക്കുന്നത്. ഞങ്ങളെ നോക്കണ്ട, യേശുവിനെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വോത്രമെല്ലാം പോയല്ലോ. യേശുവിനെ നോക്കുക. നിന്നെ ഈ വിശ്വാസഗോളത്തിൽ നിലനിർത്തേണ്ടത് പാസ്റ്ററുടെ സ്നേഹമല്ല, സഹവിശ്വാസിയുടെ സ്നേഹമല്ല, യേശു അപ്പച്ചന്റെ സ്നേഹമാ. ഈ മുടിയമ്പൂത്രൻ എല്ലായിടം പോയി മുടിച്ചു വാരി തിരിച്ചു വന്നപ്പോൾ അപ്പൻ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു.
ചേട്ടൻ ഉടക്കിട്ടു. ചേട്ടൻ ഒരനുജനോട് പറയാൻ പറയാത്ത വാക്കുകൾ പറഞ്ഞു. വേശിയൂടെ കഴിഞ്ഞ നിന്റെ ഈ മകൻ അപ്പൻ്റെ മുമ്പ് വെച്ച് പറയുക. അപ്പൊ ഈ അനുജൻ പറഞ്ഞു കേൾക്കണോ, എടാ നീ എന്നെ എന്തെല്ലാം ഇനിയും പറഞ്ഞാലും ഞാൻ ഇനി ഇവിടം വിട്ടു പോകത്തില്ല. കാരണം ഇതുപോലെ നല്ലൊരു അപ്പനെങ്ങുമില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഞാനൊരു കാര്യം ഇന്ന് രാത്രി കമണ്ടി വന്നോട് പറയാം. ഞാനിപ്പോൾ എന്തൊക്കെ ജനിച്ചു വളർന്നവനാ. ഇതിനകത്ത് ഒത്തിരി എണ്ണം ടൈപ്പുകളുണ്ട് കേട്ടോ. ഒറ്റി കൊടുക്കുന്നവനും പ്രൈസ് ദി ലോർഡ് തള്ളി പറയുന്നവനും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വിട്ടുപോകാത്തത് ഇതുപോലെ നല്ലൊരപ്പനില്ല. ഒന്നുകൂടെ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. നല്ലൊരപ്പനില്ല. ഈ അപ്പനെ നോക്കി യാത്ര തുടരുക. അവസാനമായ ഒരു വാക്യം പറഞ്ഞ് നിർത്താം. 11-ാം വാക്യം നമ്മൾ വായിച്ച മത്തായി സുവിശേഷം 11:11 വായിച്ചാട്ട് നമ്മുടെ സമയം പോയതുകൊണ്ടാ. 11:11 വായിച്ചാട്ട് 11:11. സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാസ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല. സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ. ഇത് വിശ്വസിക്കുന്നെങ്കിൽ ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ശ്രീകാലജ്ഞനായ ദൈവം തമ്പുരാൻ പറഞ്ഞതാ. നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞാൽ അബ്രഹാമിനേക്കാൾ, ഇസഹാക്കിനേക്കാൾ, യാക്കോവിനേക്കാൾ, യോഹന്നാനേക്കാൾ, ശലോമോനേക്കാൾ, പൗലോസിനേക്കാൾ, പത്രോസിനേക്കാൾ യോഹന്നാൻ വലിയവനാണെന്നല്ലേ? നെപ്പോളിയൻ ബോണപ്പാട്ടിനേക്കാൾ, എബ്രഹാം ലിങ്കനേക്കാൾ, മഹാത്മജിയേക്കാൾ യോഹന്നാൻ വലിയവനെന്നല്ലേ? ഹാബേലിനേക്കാൾ, സ്തെഫാനോസിനേക്കാൾ വലിയവനെന്നല്ലേ? നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ സത്യം അതാ. നമ്മളിവിടെ വലിയവരെന്ന് കാണുന്ന പലരും അവിടെ വലിയവരല്ല. ദൈവം ഉണ്ടാക്കുന്നൊരു ദിവസമുണ്ട്. ഇവിടെ ആദരിക്കപ്പെടുന്ന പലരും അവിടെ അനാദരിക്കപ്പെടും. ഇവിടെ അനാദരിക്കപ്പെടുന്ന പലരും അവിടെ ആദരിക്കപ്പെടും. എന്നാൽ അവിടെ ഒരു പദമുണ്ട്, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഇവിടുത്തെ ഭൂമിയിലെ വലിയവനേക്കാൾ വലിയവനാ. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും എന്ന് പറഞ്ഞാൽ അങ്ങ് ചെല്ലണം. കൊച്ചുകുഞ്ഞേച്ചി പാടി, ഞാൻ പറഞ്ഞല്ലോ ഈ പാട്ട് എനിക്ക് പ്രസംഗം സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് പറയാം. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ഓട്ടം എന്തിനാ? ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാ. ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്ത്. നമ്മൾ ഈ പാടുന്ന പോലെ ഞരങ്ങിയൊന്നും അല്ല ഭക്തന്മാർ പാടിയത്. അവരുടെ അനുഭവമായിരുന്നു. 7, 8, 9 പിള്ളേർ, 4, 5 പെൺപിള്ളേർ എല്ലാത്തിനെയും നിരത്തി കിടത്തിയിട്ടിരുന്നങ്ങ് പാടും. പാടുമല്ല, അവരനുഭവിക്കുകയായിരുന്നു. മക്കൾ ഉറങ്ങിയാലും ഉറങ്ങില്ലായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് നമ്മുടെ ദേഹം നനച്ചു. ആ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവം തുരുത്തിയിലാക്കി വെച്ച് നമുക്ക് മറുപടി തന്നു. അതിൻ്റെ നന്മയാണ് നമ്മൾ അനുഭവിക്കുന്നത്. സ്തോത്രം. എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചത്? നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കട്ടെ. 1 പത്രോസ് 5:10. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമാമണ്ണം നടക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് ക്രിസ്തുവേശുള്ള രക്ഷ നിത്യദേശോട് വിധന്മാർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അവർക്കായി സ്ഥലം സവിക്കുന്നു. 2 തിമോഥെയോസ് 2:10. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിനായി അവകാശിയാകുവാൻ നമ്മെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു നിത്യരാജ്യത്തുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നമ്മളെ വിളിച്ചത് ഈ മണ്ണിന് വേണ്ടിയല്ല, നമ്മളെ വിളിച്ചത് വിണ്ണിന് വേണ്ടിയാണ്. നമ്മൾ അങ്ങ് ചെല്ലണം. കർത്താവിൻ്റെ അഭിഷക്തൻ സിസി തോമസ് സാർ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാനതും പറഞ്ഞു, യേശുവിനെ നോക്കി ഓടാൻ. മുറുകെ പറ്റുന്ന പാപം വിട്ടോടണം. ഈ വിട്ടോടേണ്ടത് പലതും കൊണ്ടോടുക, കൊണ്ടോടേണ്ടത് പലതും വിട്ടുപോടുക. അതുകൂടെ പറഞ്ഞില്ലേ, പ്രഭാഷണം പൂർണ്ണമാകില്ല. ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്ന മുമ്പ് ശോധന ചെയ്യണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ
വിട്ടോടേണ്ട കാര്യമുണ്ട്. എന്തൊക്കെയാ? ജഡത്തിൻ്റെ പ്രവൃത്തി. മക്കളെ ആരാ വായിക്കുന്നത്? ഒന്ന് അതുകൂടെ വായിച്ച് നമുക്ക് നിർത്താം. നമുക്കൊന്ന് ദൈവത്തെ ആരാധിച്ച് നിർത്താം. ജഡത്തിന്റെ പ്രവൃത്തികളോ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. അടുത്തത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. മക്കളെ, നമുക്ക് ലിസ്റ്റിൽപ്പെട്ട പാവമുണ്ട്. മദ്യപാനി സ്വർഗരാജ്യം ഒന്ന് പറ ദൈവദാസ. വിഗ്രഹാരി നീ സ്വർഗരാജ്യം അവകാശമാക്കില്ല. ആഭിചാരകൻ സ്വർഗരാജ്യം. നമ്മളൊക്കെ പ്രസംഗിക്കും സ്വർഗരാജ്യം തരിശു കിടന്നാലും ഒരൊറ്റ മദ്യപാനിയും കിടക്കില്ല. പക്ഷേ ഈ പുസ്തകം പറഞ്ഞെന്താ? ദുർനടപ്പുകാരൻ, അശുദ്ധൻ, പിന്നെ വിഗ്രഹാരാധി. അടുത്തെന്തുവാ? പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. അപ്പം നിങ്ങൾ മദ്യപാനം നടത്തുന്നില്ലായിരിക്കും, വെറിക്കൂത്ത് നടത്തുന്നില്ലായിരിക്കും, വിഗ്രഹാരാധന നടക്കുന്നില്ലായിരിക്കും. പക വെച്ചുകൊണ്ടിരിക്കുന്നവൻ, കോപം വെച്ചുകൊണ്ടിരിക്കുന്നവൻ, ക്ഷമിക്കാത്തവൻ, പൊറുക്കാത്തവൻ സ്വർഗരാജ്യത്തിന്റെ പടി കടക്കില്ല. കൈയടിച്ച് സ്തോത്രം പറയാൻ കഴിയുമോ? ഇന്ന് നമ്മൾ എന്നാ ഭാഷയിൽ നിൽക്കുന്നേ? ഒരഭിഷക്തനും തൻ്റെ കുഞ്ഞുങ്ങളും ഇന്ത്യയിൽ യേശുവിന് വേണ്ടി ഒരു പിടി ചാരമായി തീർന്ന 25 വർഷം തികഞ്ഞ ദിവസമാണ്. സീഡ്സ് ആൻഡ് കുഞ്ഞുങ്ങളും 3 ശവപ്പെട്ടി കൊണ്ട് വെച്ചപ്പോൾ ആ ദൈവദാസി വാ തുറന്ന് പറഞ്ഞു, എനിക്കാരോടും പരിഭവമില്ല, എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചത് ക്ഷമിക്കാനാ. പക, ശാഠ്യം. എന്താ ശാഠ്യം? ശാഠ്യം നിങ്ങൾക്കറിയാം. പഴയ അപ്പച്ചന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ കൊച്ചൻ കഥ കിട്ടിങ്ങനെ കിടുക്കാൻ തുടങ്ങി. അപ്പം അപ്പൻ പലവട്ടം പറഞ്ഞ് കിടുക്കാതടാന്ന്. എന്നിട്ട് അപ്പൻ്റെ അടി കൊടുത്തു. കൊച്ചൻ മോങ്ങി കരഞ്ഞു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം വീണ്ടും അവൻ കരയാൻ തുടങ്ങി. എന്തിനാടാ കരയുന്നത്? എനിക്ക് കിടുക്കണം. അപ്പം പറഞ്ഞ് കിടുക്കിക്കോടാ. അവൻ പറഞ്ഞു എനിക്ക് ഇന്നലെ കിടുക്കണം. അതാണ് ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, പക, പിണക്കം. പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടേ, കോപിപ്പാനല്ല ക്ഷമിപ്പാൻ കൃപ തരണമേ. നമുക്കെല്ലാം എഴുന്നേക്കാൻ ദൈവസന്നിധി. ദയവായി പോകല്ലേ. ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കാൻ പോവാ. കർത്താവിൻ്റെ അഭിഷക്തന്മാർ പറഞ്ഞ പോലെ ദൈവകരം തൊടാൻ പോവാ. അടയപ്പെട്ട വാതിൽ ദൈവം നിനക്കായി തുറക്കാൻ പോവാ. നെഞ്ചിൽ ഒരു കരമൊന്ന് വെച്ചിട്ട് കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് 2-3 കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച് തുടങ്ങാം നമുക്ക്. ഒന്ന്, കർത്താവേ, നമ്മുടെ കർത്താവിനെ മുട്ടിയുരുട്ടി ഇടിച്ചു, കാർക്കിച്ച് തുപ്പി, വിലാപ്പുറം കുത്തി തുറന്നു. അപ്പോൾ അവൻ ക്ഷമിച്ചു. ഇന്ന് രാത്രി പറ, കോപിപ്പാനല്ല ക്ഷമിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, എനിക്ക് ക്ഷമിക്കാൻ കൃപ തരണമേ. 2, എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം. 2 കോടിയിൽ പരം ആളുകളെ കോവിഡ് കൊണ്ടുപോയി. ദൈവം നമ്മളെ ബാക്കിയാക്കി. എന്തൊക്കെയോ നമ്മെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വരവ് എപ്പോഴാണെങ്കിലും കാഹളം എപ്പം ധ്വനിച്ചാലും എനിക്ക് ഇവിടുന്ന് പറക്കണം. എന്നെ അതിനായി അഭിഷേകം ചെയ്യണേ, ശക്തീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കര ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവേ പിതാവേ, ഞങ്ങളെ അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു. കർത്താവേ, കോപിപ്പാനുള്ള ക്ഷമിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവം എന്നിട്ട് ജനത്തിന് കൊടുക്കണമേ. നിൻ്റെ അഭിഷേകത്താലും ശക്തിയാലും വരെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ അഭിഷക്തന്മാരെ കർത്താവേ, പുതിയ നൂറ്റാണ്ടിൽ പുത്തൻ അഭിഷേകത്തോട്, ശക്തിയോട്, ആത്മനിറവോട്, കൃപാവ്യാപനത്തോട് അങ്ങേക്ക് വേണ്ടി അധ്വാനിപ്പാൻ കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ ഇപ്പോൾ ഏൽപ്പിക്കുക. അവരെവിടൊക്കെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ പന്തലിലോ ദൂരെയോ ഞങ്ങളുടെ സന്താനങ്ങൾ എവിടെയാണോ അവിടെ ഇപ്പോൾ ശക്തി വ്യാപരിക്കട്ടെ, ഇപ്പോൾ അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം നുകത്തെ തകർക്കുമെങ്കിൽ ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദുഷ്ടന്റെ നുകം ഇരിപ്പാൻ പാടില്ല. ഈ രാത്രി പന്തലിൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദുഷ്ടന്റെ നുകങ്ങൾ തകർക്കപ്പെടട്ടെ. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈയൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോട്. ഞാൻ 4 പതിറ്റാണ്ടായി എന്നെ ദൈവം നടത്തിയ വഴികൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്, വൻകൃപയുടെ തണലെൻ്റെ ജീവിതം. കർത്താവിൻ്റെ അഭിഷേകത്തിന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നിന്ന് കരഞ്ഞവനാ. അതൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വലിഞ്ഞു കയറി ചെല്ലുന്ന പ്രസംഗികനായിരുന്നു. ഞാൻ ഈ തിരുവല്ല സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എങ്ങോട്ട് ആരാധനയ്ക്ക് പോകുന്നു പറഞ്ഞ്. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നിൻ്റെ കണ്ണുനീരെൻ്റെ തുരുത്തിയിലുണ്ട്.
ഇന്ന് രാത്രി നിങ്ങളുടെ ഉഴച്ച എണ്ണുന്ന സ്വർഗമുണ്ട്. ഈ പുസ്തകം പുറയിൽ കിട്ടുമോ, അല്ലാത്തവർക്ക് അല്ലാതെ വാങ്ങാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ പാടാൻ പോകുന്നത് 2 മിനിറ്റോടെ, കുഴപ്പമില്ല സാറേ. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. ഞാൻ ഇന്നലെ നമ്മുടെ ക്യാപ്റ്റൻ സാമുവേലിൻ്റെ മരണം കണ്ടു. എങ്ങനെയാണെന്നറിയാമോ? ഇതുപോലെ വലിയൊരു സ്റ്റേഡിയത്തിൽ അദ്ദേഹം പ്രസംഗിക്കാൻ ചെന്നു. പ്രസംഗത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ വയ്യ. അദ്ദേഹത്തെ എടുത്ത് മുറിക്കകത്ത് കൊണ്ട് കിടത്തി. നിങ്ങൾ അടിച്ചു നോക്കണം യൂട്യൂബിൽ. അതിനുശേഷം അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. പിന്നെ പറഞ്ഞ് എനിക്ക് ബലമുണ്ട്, കട്ടിലോട് കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി അവിടെ കിടന്നുകൊണ്ട് പ്രസംഗിച്ചു. പ്രസംഗശേഷം തൻ്റെ ഭാര്യയ്ക്ക് നന്ദി പറഞ്ഞു, എല്ലാവർക്കും നന്ദി പറഞ്ഞു. അവസാനം ആ ഭക്തൻ ഈ പാട്ട് പാടി, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ലത് നിശ്ചയം, വേഗം കാണുവൻ മണാണല്ലേ. അത് പാടി അദ്ദേഹം ശാന്തനായി കാലിൽ നിവർത്തി വെച്ചു. അതിനുശേഷം അദ്ദേഹം നിത്യത്തിലേക്ക് പറന്നുപോയി. മരിക്കുന്നെങ്കിൽ ഇങ്ങനെ മരിക്കണം. ഒന്ന് കൈയടിച്ചത് ദൈവത്തെ സ്തുതിച്ച് പെട്ടെന്ന് 2 ചാൻസാ എല്ലാം ഇത് ഇന്ന് മുതൽ ഇവിടെ അങ്ങ് വ്യാപരിക്കണം. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുക. എനിക്കറിയാം സ്റ്റേജിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്. കർത്താവിന്റെ അഭിഷക്തന്മാരെ ഇവിടെ കഴുത കയറിയെന്നാലും പ്രസംഗിക്കും, അതുപോലെ ദൈവ സാന്നിധ്യമാ. അതെ, കഴുത കയറിയെന്നാലും പ്രസംഗിക്കും, അതുപോലെ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇത് തുടക്കവാ. കയ്യൊന്ന് അടിച്ചു തുടങ്ങ. കേൾക്കുന്ന പോലെ ദൈവശക്തിയുടെ മേൽ വ്യാപരിപ്പാൻ പോകുക. ആത്മാവിന്റെ കുതിപ്പ്. എല്ലാവരും പാടിയാട്ട്. വിശ്വാസവും